ബി അശോകിൻ്റെ കാര്യത്തിൽ ഈ സംഘബന്ധം എന്ന് പറയുന്നത് അത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല. പല വിഷയങ്ങളിലും പിന്നെ കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ സർക്കാരിൻ്റെ നിലപാടുകളോട് യോജിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ആളാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അദ്ദേഹം ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതുന്ന ആളാണ്. ധാരാളം ലേഖനങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതിന് സമാനമായി, അതായത് ഒരു മെജോറിറ്റേറിയൻ സർക്കാർ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു ഭൂരിപക്ഷ വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ താല്പര്യങ്ങളുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നിലപാടുകളുടെ കാര്യത്തിലായാലും പ്രധാനമായിട്ടും അതാണ്. ഇപ്പോൾ എക്കോണമി എന്താവണം എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലൊക്കെ അദ്ദേഹം കാണുന്നത് സർവത്ര തുറന്നു കൊടുക്കലാണ്. അത് ഓപ്പണിംഗ് അപ്പ് ദി എക്കോണമി. എന്താ പറയുക, സമീപകാലത്ത് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അവരുടെ ഡയലോഗ് എന്ന് പറയുന്ന ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഡയലോഗ് എന്ന് പറയുന്ന ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാവുക. അദ്ദേഹം പറയുന്നത് ഒരു പോളിസി പാരാലിസിസ് ഫ്രം 2013 തൊട്ട് ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. 2013 നമ്മൾ കാണേണ്ടതാണ്. ഈ 14 വന്നിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം ഇന്ത്യയെ ഒരു എന്താ പറയുക, ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ച ഒരു കാലഘട്ടമായിട്ടും കാണുന്നുണ്ട്. 2014 തൊട്ടുള്ള കാലഘട്ടത്തിൽ അതിനനുസരിച്ച് കേരളം പോകുന്നില്ല. ഈ കേരള മോഡലിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ല. മറിച്ച് അതിൽ നിന്ന് ഭിന്നമായിട്ട് എന്താണ് PPP മാതൃകയിൽ ഇപ്പോൾ പവർ KSEB മാത്രമായിട്ട് എന്തിനാണ് ഈ വൈദ്യുതി വിതരണ രംഗത്ത് പ്രൊഡക്ഷൻ പോട്ടെ, വൈദ്യുതി വിതരണ രംഗത്ത് എന്തുകൊണ്ട് KSEB മാത്രമായിട്ട് എടുക്കുന്നത്? ഒരു 10 കമ്പനികൾ വന്നാൽ എന്താണ് കുഴപ്പം? കോമ്പറ്റീഷൻ കൊണ്ട് നവീനമായ ഇന്നൊവേഷൻ ഉണ്ടാവുകയല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. സമാനമായിട്ട് KSRTCയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. ഇതൊന്നും കൂടാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വേണമെന്ന് പറയുന്ന ആളാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കേരളത്തിൽ വേണം. അത് കഴിഞ്ഞ സർക്കാരും അവരുടെ ഇതിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നത് അത് അത്ര ഓപ്പണായിട്ട് കൊണ്ടുവരികയും അതിൽ ഉണ്ടാകാവുന്ന മറ്റ് തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്ന അദ്ദേഹം കാണുന്നുണ്ട്. പക്ഷേ വിമർശനങ്ങൾക്കുപരി അത് നടപ്പാക്കണമെന്നുള്ള നിലപാടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് ഇനി വരാൻ പോകുന്നത്. ഏത് സന്ദർഭത്തിൽ ഈ ഗവർണറിലൂടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല, ഗവർണർ അഥവാ ചാൻസലറിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ നിയന്ത്രണം, സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ തുടങ്ങുകയും അത് തുടരുമെന്ന് നമ്മൾ ഉറപ്പിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ്.